അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ 4ാം തരത്തിലേക്ക് തയ്യാറാക്കപ്പെട്ട അഹ്കാമു തജ്വീദിന്റെയും വർക്ക് ബുക്കിന്റെയും 15ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. അലാമാത്തുൽ വഖഫ്, വഖഫിന്റെ അടയാളങ്ങൾ. എന്താണ് വഖഫ്? എല്ലാ ആയത്തിന്റെയും അവസാനം വഖഫ് ചെയ്യാവുന്നതാണ്. എന്നാൽ ആയത്തുകൾക്കിടയിൽ നിർത്തുന്നത് വഖഫിന്റെ ചിഹ്നങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. ഇങ്ങനെ തുടങ്ങി പ്രത്യേക നിയമങ്ങളുള്ള ശ്രദ്ധയോടെ പാരായണം ചെയ്യേണ്ട ആയത്തുകളാണ് വിശുദ്ധ ഖുർആൻ. എല്ലാവർക്കും പഠിക്കാനുള്ള ഒരു പ്രത്യേക ചാപ്റ്ററാണ്. നമുക്ക് വായിക്കാം. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇവിടെ 2 സ്ഥലത്തായിട്ട് 3 പുള്ളി കാണുന്നുണ്ട്. ഇതിൽ 2ൽ ഒരിടത്ത് മാത്രമേ നിർത്താവൂ എന്നറിയിക്കുന്ന ചിഹ്നങ്ങളാണ്. ഖുർആൻ ശ്രദ്ധയോടെ പാരായണം ചെയ്യണം. ഓത്തു തുടങ്ങുന്നതിനും നിർത്തുന്നതിനും പ്രത്യേക നിയമങ്ങളുണ്ട്. എല്ലാ ആയത്തിൻ്റെയും അവസാനം വഖഫ് ചെയ്യാവുന്നതാണ്. ആയത്തുകൾക്കിടയിൽ നിർത്തുന്നത് വഖഫിന്റെ ചിഹ്നങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. മുസ്ഹഫുകളിൽ കണ്ടുവരുന്ന വഖഫിന്റെ ചിഹ്നങ്ങൾ നമുക്ക് പരിചയപ്പെടാം. നോക്കൂ, ഒരു ചിഹ്നം ആയത്ത് അവസാനിച്ചു എന്നുള്ളതാണ്. മീമ് നിർത്തൽ അത്യാവശ്യമാണ്. ഖില നിർത്തൽ ഏറ്റവും നല്ലത്. ജീമ് നിർത്താം. സില ചേർത്തി ഓതലാണ് നല്ലത്. ലാമ് നിർത്തരുത്. 2 സ്ഥലത്തായിട്ട് 3 ഡോട്ട് ഉണ്ട്. 2ൽ ഒരിടത്തെ നിർത്താവൂ. എന്നിങ്ങനെ വ്യത്യസ്തമായ ചിഹ്നങ്ങൾ. ആ ചിഹ്നങ്ങൾ പലതിലേക്കുമാണ് സൂചന നൽകുന്നത്. അത് മനസ്സിലാക്കിയിട്ടേ ഖുർആൻ പാരായണം ചെയ്യാവൂ. ഇനി നോക്കപ്പുറത്തെ പേജ്. സീന് സക്ത്, ശ്വാസം വിടാതെ അല്പം മടങ്ങുന്നതാണ് സീനുകൾ ഉദ്ദേശിക്കുന്നത്. തജ്വീദ് അനുസരിച്ച് ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. 1ാമത്തെ നഖറ, അലാമ മീനിങ് അടയാളം. വഖഫ് നിർത്തൽ. ദഫ്തർ താലിബ് നോക്ക് ദിരിബാത്തുകൾ ചെയ്യുക. തഖ്സീസ് 1. നഖർ സൂറത്തുൽ അഹ്കാഫി വ മുഹമ്മദ് നക്തഷിഫു മിൻഹുമ അലാമാത്തുൽ വഖഫ്. അഹ്കാഫ് സൂറത്തും മുഹമ്മദ് സൂറത്തും പാരായണം ചെയ്തിട്ട് അതിലെ വഖഫിന്റെ ചിഹ്നങ്ങൾ മനസ്സിലാക്കുക. 2. നഹ്ഫൽ സൂറത്തുൽ ഗാഷിയ വൽ അദ്കാർ. ഗാഷിയ സൂറത്തും മറ്റു ദിക്റുകളും കാണാതെ പഠിക്കുക. ഇനി നമുക്കതിന്റെ വർക്കിലേക്ക് പോകാം. അലാമാത്തുൽ വഖഫ്. 1. നസിൽ, മാച്ച് ചെയ്യാനാണ്. ആ വഖഫിന്റെ ചിഹ്നമുള്ള സി, ആയത്ത് അവസാനിച്ചു എന്നുള്ളതാണ്. ആയത്ത് അവസാനിച്ചു. 2. മീമ്, ലെറ്റർ ഡി, നിർത്തൽ അത്യാവശ്യമാണ്. 3. ഖില, ലെറ്റർ എ, നിർത്തൽ ഏറ്റവും നല്ലത്. 4ാമത്തെ ജീമ്, ലെറ്റർ ബി, നിർത്താം. ഇനി ബി സെക്ഷൻ നോക്കൂ. 1. സില, ലെറ്റർ സി, ചേർത്തി ഓതലാണ് നല്ലത്. 2ാമത്തെ ല, ലെറ്റർ എ, നിർത്തരുത്. 3ാമത്തെ 2 സ്ഥലത്തായിട്ടുള്ള 3 ഡോട്ട്, ലെറ്റർ ഡി, 2ൽ ഒരിടത്തേ നിർത്താവൂ. 4ാമത്തെ സീന്, ലെറ്റർ ബി, സക്ത് അഥവാ ശ്വാസം വിടാതെ അല്പം മടങ്ങണം. 2ാമത്തെ വർക്ക് നോക്കൂ. നക്തഷിഫു മിനൽ ആയാത്തിൽ ആത്തിയ അഹ്വാലൻ നൂനി സാക്കിനത്തി വത്തൻവീനി വ അഹ്വാൽ മീമി സാക്കിന. താഴെ കൊടുത്ത ആയത്തുകളിൽ നിന്ന് സാക്കിന നൂനിന്റെയും തൻവീനിന്റെയും അവസ്ഥകളും അതുപോലെ സാക്കിന മീമിന്റെ അവസ്ഥകളും മനസ്സിലാക്കി പാരായണം ചെയ്യാം. വസ്സാഫാത്തി സഫാ ഫസ്സാജിറാത്തി സജ്റാ ഫത്താലിയാത്തി ദിക്റാ ഇന്ന ഇലാഹക്കും ലവാഹിദ്. ഇവിടെ സാക്കിനായ മീമുണ്ട്. ലവാഹിക്കും സുക്കൂനുള്ള മീമ്. ആ മീമിന് ശേഷം ലാമ് വന്നതുകൊണ്ട് അവിടെ ഇൽഹാറാണ് ചെയ്യേണ്ടത്. മീമ് വ്യക്തമായി കേൾക്കണം. ഇലാഹക്കും ലവാഹിദ്. റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ വറബ്ബുൽ മസാരിഖ് ഇന്നാ സയ്യന്നസ് സമാഅദ് ദുനിയാ ബിസീനതിനിൽ കവാകിബ വഹിഫ്ലം മിൻ കുല്ലി ശൈത്താനിൻ മാരിദ്. വഹിഫ്ലം മിൻ, തൻവീന് ശേഷം മീമ് വന്നു. അതുകൊണ്ട് ഇദ്ഗാം ബിഗുന്നയാണ്. അഥവാ
ഉന്നത്ത് ചെയ്ത് ഷദ് കൊടുത്തു ഓതാം. വഹിഫ്ലം മിൻ, തൊട്ടടുത്ത് തന്നെ മിൻ കുല്ലി, സാക്കിൻ അതിനു ശേഷം കാഫ് വന്നു. അപ്പോൾ ഇവിടെ ഇഖ്ഫ ആണ് ചെയ്യേണ്ടത്, മറച്ചു മണിക്കാം. അടുത്ത അതേ ആയത്തിൽ തന്നെ ശൈത്വാനിൻ മാരിദ്, തൻവീന് ശേഷം മീമ് വന്നതുകൊണ്ട് ഇദ്ഗാം ബിഗുന്നയാണ്, അഥവാ ഉന്നത്ത് കൊടുത്ത് ഷദ് കൊടുത്തു ഓതാം. لا يسمعون إلى الملأ الأعلى ويقذفون من كل جانب من كل, സാക്കിന നൂന് ശേഷം കാഫ് എന്നതുകൊണ്ട് അവിടെ ഇഖ്ഫ ആണ്. ദുഹൂറൻ വലഹും അദാബുൻ വാസിബ്, ഇവിടെ ദുഹൂറൻ വ, തൻവീന് ശേഷം വാബ് വന്നതുകൊണ്ട് ഇദ്ഗാം ബിഗുന്നയാണ്, ഉന്നത്ത് കൊടുത്ത് ഷദ് കൊടുക്കും. വലഹും സാക്കിന മീമിന് ശേഷം ഐന് വന്നതുകൊണ്ട് അവിടെ ഇദ്ഹാറാണ് ചെയ്യേണ്ടത്, വെളിവാക്കി ഓതുക. അഥവാ സാക്കിനായി മീമിനെ കേൾക്കണം. അദാബുൻ വാസിബ്, തൻവീന് ശേഷം വാവ് വന്നതുകൊണ്ട് ഇദ്ഗാം ബിഗുന്ന. ഇല്ലാ മൻ ഖതിഫൽ ഖത്ഫത ഫഅത്ബഅഹു ശിഹാബുൻ സാഖിബ്, ഇവിടെ ഇല്ലാ മൻ ഖ, സാക്കിനായി നൂന് ശേഷം ഖാ വന്നതുകൊണ്ട് ഇദ്ഹാർ. അതേ ആയത്തിൽ തന്നെ ശിഹാബുൻ സാഖിബ്, തൻവീനിന് ശേഷം സാ വന്നതുകൊണ്ട് അവിടെ ഇഖ്ഫാൻ. ഫസ്തഫ്തിഹിം അഹും അശദ്ദു ഖൽഖൻ അമ്മൻ ഖലഖനാ ഇന്നാ ഖലഖനാഹും മിൻ തീനിൽ ലാസിബ്, ഇവിടെ ഫസ്തഫ്തിഹിം അ, സാക്കിന മീമിന് ശേഷം ഹംസ വന്നതുകൊണ്ട് ഇവിടെ ഇദ്ഹാറാണ്. അഹും അ, തൊട്ടടുത്ത് തന്നെ അതേ രൂപം, സാക്കിന മീമിന് ശേഷം ഹംസ വന്നതുകൊണ്ട് ഇവിടെയും ഇദ്ഹാറാണ്. ഖൽഖൻ അ, തൻവീന് ശേഷം ഹംസ വന്നതുകൊണ്ട് ഇവിടെയും ഇദ്ഹാറാണ്. അമ്മൻ ഖലഖനാ, സാക്കിന മീമിന് ശേഷം മീം വന്നതുകൊണ്ട് അവിടെ ഇദ്ഗാമാണ് ചെയ്യേണ്ടത്. ഇന്നാ ഖലഖനാഹും മിൻ, അവിടെയും സാക്കിന മീമിന് ശേഷം മീം വന്നതുകൊണ്ട് ഇദ്ഗാം. മിൻ തീൻ, സാക്കിന നൂന് ശേഷം ത വന്നതുകൊണ്ട് ഇഖ്ഫാ. തീനിൽ ലാസിബ്, സാക്കിന തൻവീനിന് ശേഷം ലാം വന്നതുകൊണ്ട് ഇവിടെ ഇദ്ഹാറാണ് ചെയ്യേണ്ടത്. ബൽ അജബ്ത വയസ്ഖറൂൻ വഇദാ ദുക്കിറൂ ലാ യദ്കുറൂൻ വഇദാ റഅൗ ആയതൻ യസ്തസ്ഖിറൂൻ, ആയതയ്യ, തൻവീന് ശേഷം യാ വന്നതുകൊണ്ട് ഇദ്ഗാം ബിഗുന്നയാണ് ചെയ്യേണ്ടത്. വഖാലൂ ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ, ഇൻ ഹാദാ, സാക്കിന നൂന് ശേഷം ഹാ വന്നതുകൊണ്ട് അവിടെ ഇദ്ഹാറാണ് ചെയ്യേണ്ടത്. ഇല്ലാ സിഹ്റും മുബീൻ, തൻവീന് ശേഷം മീം എന്നതുകൊണ്ട് ഇവിടെ ഇദ്ഗാം ബിഗുന്നയാണ് ചെയ്യേണ്ടത്. അല്ലാഹു തആല നമുക്ക് തജ്വീദ് നിയമങ്ങളൊക്കെ പാലിച്ച് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.